30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, Pharmacy Assistant and Hospital Management തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290 and 04931313035. കുടുംബയോഗങ്ങളുമായി നിലമ്പൂരിൽ UDF പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ 13-ന്. കുടുംബയോഗങ്ങളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് UDF നാളെ മുതൽ ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ ആരംഭിക്കുകയാണ്. നേതാക്കളുടെ നീണ്ട നിരയാണ് നിലമ്പൂരിലേക്ക് പ്രചാരണത്തിനെത്തുന്നത്. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ 1ാം ഘട്ട പഞ്ചായത്ത് തല പര്യടനം പുരോഗമിക്കുകയാണ്. ബൂത്ത് തല കൺവെൻഷനുകളും നിയോജകമണ്ഡലം കൺവെൻഷനുകളും നടത്തിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം. AICC ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി 13-ന് നിലമ്പൂരിലെത്തും. തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ആത്മവിശ്വാസം അതിനേക്കാൾ ഇരട്ടിയായിരിക്കുകയാണ് എന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഏറെ മുന്നിലാണ്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ നേതാക്കൾ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ ഇവിടെ ഉണ്ട്. അതിലേറെ അഭിമാനത്തോടു കൂടി പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ ദിവസവും മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിലുണ്ട്. അങ്ങനെ UDF ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 2ാം ഘട്ട ഹൗസ് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒട്ടനവധി നേതാക്കൾ ഇതിനകം തന്നെ ഒട്ടനവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ വരുന്ന 13-ാം തീയതി നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ 2 റോഡ് ഷോയോടനുബന്ധിച്ചുള്ള കോർണർ മീറ്റിംഗുകളിലും ശ്രീമതി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. മൂത്തേടത്തും അതുപോലെ നിലമ്പൂരിലുമായിരിക്കും റോഡ് ഷോയും അനുബന്ധമായ കോർണർ മീറ്റിംഗും സംഘടിപ്പിക്കും. വൈകുന്നേരം 3-ന് മൂത്തേടത്തും 4-ന് നിലമ്പൂരിലും റോഡ് ഷോ നടത്തും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 13-നും 16-നും നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 12-ന് INTUC കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 13-നും മണ്ഡലത്തിൽ പര്യടനം നടത്തും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വരും ദിവസങ്ങളിൽ എത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല, K സുധാകരൻ, UDF കൺവീനർ അടൂർ പ്രകാശ് MP, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം, അബ്ബാസ് അലി തങ്ങൾ തുടങ്ങിയവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനത്തിൽ സജീവമാണ്. മറ്റ് ഘടക കക്ഷി നേതാക്കളും വരും ദിവസങ്ങളിൽ കുടുംബയോഗങ്ങളും മറ്റും പരിപാടികളുമായി പങ്കെടുക്കുമെന്ന് AP അനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. എയിംസ് അക്കാദമി, ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, CD ടവർ, ഗ്രൗണ്ട് ഫ്ലോർ, കാലിക്കറ്റ്. Phone 7012096190 and 04953573726.